ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ജോലിക്ക് പോയപ്പോൾ ഓഫീസിൽ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മൾ ഡെലിവറി സ്റ്റോറിയൊക്കെ വന്നിട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് മാത്രമുള്ള കുട്ടികളുള്ളത്. അപ്പോൾ എന്നോട് അവരിങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചേ, ഇനി നെക്സ്റ്റ് ബേബി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, അയ്യോ ആ ട്രോമയിൽ നിന്ന് ഞാൻ ഇപ്പോഴും പോന്നിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ഞാനൊരു വീഡിയോ ഇതിനെപ്പറ്റി അപ്ലോഡ് ചെയ്താൽ എന്താ? കാരണം ഞാനിതുവരെ ഡെലിവറി സ്റ്റോറി ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ സീനുകളും പ്രശ്നമൊന്നുമില്ല. എന്നാലും കുറേ രസകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ പ്രഗ്നൻസിയിൽ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നാട്ടിലൊക്കെ ആളുകൾ പറയാറില്ലേ 10 മാസം നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ. പക്ഷേ 10 മാസം ഒന്നും ആരും നൊന്ത് ക്യാരി ചെയ്യാറില്ല കുട്ടികളെ. കാരണം 9 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരും ഡെലിവറി കഴിയും. പക്ഷേ എൻ്റെ കേസിൽ ശരിക്കും 10 മാസം തന്നെയായിരുന്നു കേട്ടോ. അതായത് ഇവിടെ വീക്കാണല്ലോ പറയുക, 40 വീക്ക് പ്ലസ് 3 days ശേഷമാണ് മകൾ ജനിച്ചത്. അപ്പോൾ എനിക്കിങ്ങനെ ഡെലിവറി പെയിനൊന്നും വരുന്നില്ല. ഞാനാണെങ്കിൽ സ്റ്റെപ്പ് മോടി കയറണ്, ജിം ബോളിൽ ചെയ്യണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചാടി ഓടി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയ റിസൾട്ടൊന്നും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് നമ്മൾ 9 months ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഉള്ള പരിശോധന ഉണ്ടല്ലോ. അത് ആലോചിക്കുമ്പോൾ തന്നെ എപ്പോഴും ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഉള്ള പരിശോധനയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ അവർ അന്ന് മ്യൂക്കസ് പ്ലഗ് ഇങ്ങനെ ഇളക്കി വിടും എന്ന് പറഞ്ഞു. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ആ ലാസ്റ്റത്തെ ആ ഉള്ള പരിശോധനയിൽ നമുക്ക് പെയിൻ വരും. അതിനാണ് അവർ ആ മ്യൂക്കസ് പ്ലഗ് ഇങ്ങനെ ഇളക്കി വിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനപ്പോൾ അതിന് പോയി. അതുപോലെ അവർ ഇതൊക്കെ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഒരു ഇത്തിരി ബ്ലഡ് കാണും, പേടിക്കൊന്നും വേണ്ട, അത് നോർമലാണെന്ന് പറഞ്ഞു. എന്നോട് മാക്സിമം നടന്നോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഓക്കെ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് ഒരു 25 minute പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുത്ത് പോയിക്കോ, ഞാൻ നടന്ന് വരാം. കാരണം അവർ നടക്കാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ വന്നിട്ട് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. പക്ഷേ വലിയ പെയിനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അതിന് പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ചെറിയ തോതിൽ പെയിൻ തുടങ്ങിയിട്ടാ. അതിങ്ങനെ കൂടിക്കൂടി തുടങ്ങി. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാം, കാരണം ഓൾറെഡി 40+3 ആയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണ നാട്ടിലൊക്കെ ചെയ്യണതാണല്ലോ, നമ്മൾ ചെറിയ പെയിനായിട്ട് ചെല്ലുമ്പോൾ പെയിൻ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓക്കെ എന്നാൽ ശരി ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവരെനിക്ക് ചെയ്തത് കാത്തറ്റർ ഇൻഡ്യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ചെല്ലണ സമയത്ത് എൻ്റെ കാത്തറ്റർ ഇൻഡ്യൂസ് ചെയ്യണ ആ ലേഡിയുടെ ഷിഫ്റ്റ് കഴിയായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. കാരണം പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകുന്നുള്ളൊരു മൈൻഡിലായിരുന്നു അവർ ചെയ്തത്. എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വയറുണ്ട്. ഈ കാത്തറ്റർ ഇടുമ്പോൾ നമ്മളെ കാലിങ്ങനെ നന്നായി അത്യാവശ്യം പൊക്കിയിട്ടാണല്ലോ ചെയ്യണത്. അവരത് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കാലങ്ങോട്ട് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് കുമ്പിടാനൊന്നും പറ്റണില്ല, പാൻറ്റൊന്നും ഇടാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പറ്റണില്ല എന്നപ്പോൾ ഒരു പെട്ടെന്ന് ചെയ്യും, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനുള്ളിൽ കയറ്റിയിട്ടില്ല. എനിക്ക് സങ്കടവും ദേഷ്യം എന്തൊക്കെയോ വന്നിട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, ഡെലിവറി ഒക്കെ അല്ലേന്ന് വിചാരിച്ചൊന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ തന്നെ അന്ന് അഡ്മിറ്റ് ആക്കി. അപ്പോൾ ഒരു വാർഡ് പോലെയുള്ളൊരു ഇതിലാണ്, വാർഡിലാണ് അഡ്മിറ്റ് ആക്കണം. നമ്മൾ വാർഡ് പോലുള്ളൊരു ഇതിലല്ല, വാർഡിലാണ് അഡ്മിറ്റ് ആക്കണം. ഇങ്ങനെ കർട്ടൻ വെച്ചിങ്ങനെ അവരിങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണ ഒരു ഇങ്ങനെ ഇതാക്കിയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അപ്പുറത്തുനിന്നൊക്കെ നല്ല രാത്രിയായപ്പോൾ കരച്ചിൽ കേട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയൊക്കെ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് വലിയ പെയിനൊന്നും അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ കാത്തറ്ററിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ല. എന്തോ ഒരു സംഭവം ഇരിക്കണ പോലെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. അതിനതൊക്കെ കഴിഞ്ഞൊരു നൈറ്റൊക്കെ ആയപ്പോൾ അത്യാവശ്യം എനിക്കും കുറച്ച് ചെറിയ രീതിയിലൊക്കെ പെയിൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് ഡയലേഷൻ ആയിട്ടുണ്ട്, പക്ഷേ 4 centimeter ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും, രാത്രി മൊത്തം നല്ല അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോഴത്തേനും എന്നെ ലേബർ സ്യൂട്ടിലോട്ട് മാറ്റി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡയലേഷൻ ആയിട്ടുണ്ട്, 8 centimeter ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പിഡൂറൽ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം നല്ല രീതിയിൽ പെയിൻ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കരയാട്ടോ, സ്ക്രീം ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല നഴ്സുമാരും ഡോക്ടേഴ്സായിരുന്നു കേട്ടോ ആ സമയത്ത് ലേബർ സ്യൂട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അവരുടെ മുമ്പിൽ കരയാനുള്ളൊരു എംബാരസ്മെൻ്റ് ഉണ്ടോണോ എന്താണെന്നറിയില്ല, എനിക്ക് കരച്ചിൽ പെട്ടെന്ന് വരാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരുടെ മുമ്പിൽ മറക്കാൻ വേണ്ടി ഇങ്ങനെ ചിരിച്ചു. പക്ഷേ എനിക്ക് ആ ചിരിച്ച സമയത്തിൽ പെയിൻ കുറച്ച് കുറയണ പോലെ തോന്നി. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ആൾക്കാർ ഈ ലാഫിങ് ഗ്യാസ് എടുക്കുന്നത്. അതെന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടോ. ഞാൻ ഒരു പ്രാവശ്യം എടുത്തു, പക്ഷേ എനിക്കത് എടുക്കുമ്പോൾ വേദന കൂടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കരയാണ്ടൊക്കെ പിടിച്ചു തന്നു. പക്ഷേ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ടോയ്ലറ്റിൽ പോകണതല്ല, കുട്ടി ഇറങ്ങി വരുന്നതാണ്, അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് 1.5 minute ഒക്കെ കോൺട്രാക്ഷൻ ഉണ്ടായിട്ടോ. അത്യാവശ്യം നല്ല പെയിൻ അങ്ങോട്ട് കൂടി.
എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട അതൊന്നും അറിയാത്തൊരവസ്ഥ എന്നൊക്കെ പറയൂലേ, ലോകം കണ്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 10 സെൻറ്റിമീറ്ററായി പുഷ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നല്ല ഫോഴ്സിൽ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടി പുറത്തേക്ക് വരുന്നില്ല. എത്ര ഫോഴ്സിൽ പുഷ് ചെയ്തിട്ടും കുട്ടി പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്, കുട്ടിയുടെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ എനിക്കും ആകെ ടെൻഷനായി, അയ്യോ ഇതെന്താണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും കൂടെ ട്രൈ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾ ഇത്ര 9 മന്ത്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ അങ്ങനെ 1 അവർ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഇതാവണ്ട, നമുക്ക് സി സെക്ഷൻ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ചൂസ് ചെയ്തത് പൊട്ട ഹോസ്പിറ്റലാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് ഈവൺ അവിടുത്തെ നഴ്സുമാർ പോലും അവിടുത്തെ മെറ്റേണിറ്റി വിങ് വല്ലാണ്ട് ചൂസ് ചെയ്യാറില്ല. ഞാൻ ആദ്യം 9 മന്ത്സ് വരെ വേറെ ഹോസ്പിറ്റലിലായിരുന്നു. 9 മന്ത്സ് ആയപ്പോൾ നമ്മൾ പേരൻസിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ കാണിച്ചു തുടങ്ങിയത്. ശരിക്കും ഞാൻ ഇവിടെ അധികം ഒന്നും കാണിച്ചിട്ടില്ല, ആകെ ഒരു 2 അപ്പോയിൻമെൻറ്റും പിന്നെ ഞാൻ പോയേക്കണം ഈ ഡെലിവറിയുടെ ടൈമിലാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ സി സെക്ഷൻ റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ടായിരുന്നു സി സെക്ഷൻ ചെയ്യാൻ വേണ്ടി അവർ ഉള്ളിലോട്ടൊക്കെ കൊണ്ടുപോയി കേട്ടോ. സി സെക്ഷന് കൊണ്ടുപോയി ആ റൂമിലോട്ട് ചെന്ന്, അപ്പോൾ ഇവിടെ സർജറിക്കാണെങ്കിലും അല്ല സി സെക്ഷൻ ആണെങ്കിൽ പോലും ഹസ്ബൻഡിനെ കയറ്റും കേട്ടോ. അപ്പം നമ്മൾ ഹസ്ബൻഡിനെ നമ്മൾ അടുത്ത് തന്നെ നിർത്തിയ ശേഷം നമ്മളെ വയറിങ്ങനെ ഒരു തുണി വെച്ച് മറയ്ക്കുകയാണ് ചെയ്യാം. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ സംസാരിച്ച് നമ്മളോട് പരസ്പരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നോളാം പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുട്ടി കരയണ ശബ്ദം. പിന്നെ എനിക്കിങ്ങനെ അറിയാം, ഇങ്ങനെ എനിക്ക് വലിയനൊക്കെ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ എക്സാക്ട് പെയിനൊന്നും ആ സമയത്ത് അറിയണില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ വാവ് ചങ്കി ബേബി എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തപ്പോൾ അവർ പറഞ്ഞു കോഡ് ചുറ്റിയതൊന്നുമില്ല, ബേബി ബിഗായിരുന്നു, അതാണ് വരാൻ കുറച്ച് പ്രയാസപ്പെട്ടാന്ന് പറഞ്ഞു. മാഷാഅല്ലാ എന്തായാലും കുട്ടിയായല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മോളെ കണ്ടു, അവർ നമ്മളെ ബേബീനെ ഹോൾഡ് ചെയ്യാനൊക്കെ തന്ന് സ്കിൻ ടു സ്കിന്നൊക്കെ തന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞ് 7:40 എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. ഡെലിവറി കഴിഞ്ഞ് ഒരു 7:50 8 മണിയൊക്കെ ആയപ്പോഴത്തേനും എന്നെ റൂമിലോട്ട് മാറ്റി. അപ്പോൾ അവർ പറഞ്ഞു ഒരു 10 മണിയായപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ ഇനി പോയിക്കോ, നിങ്ങൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കൊറോണയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നാലും ആ ടൈമിൽ ബൈസ്റ്റാൻഡർ ഹസ്ബൻഡിന് മാത്രമേ അലോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാളാണ്. അപ്പോൾ ഹസ്ബൻഡിനോട് 10 മണിയായപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. ഒരു 10-10:30 കഴിയുമ്പോൾ കുട്ടി ഭയങ്കര കരച്ചിൽ. കുട്ടിയാണെങ്കിൽ നമ്മളെ തൊട്ടടുത്ത് വേറൊരു ബേബി ബെഡിലാണ് കിടക്കുന്നത്. നമുക്കാണെങ്കിൽ തിരിയാനോ കുട്ടീനെ എടുക്കാനോ ഒന്നും പറ്റണില്ല. സി സെക്ഷൻ കഴിഞ്ഞ വേദന ആ സമയത്താണ് അത്ര തുടങ്ങിയത്. വേദന പിന്നെ കാലൊക്കെ ഫുള്ളിങ്ങനെ തരിച്ചിരിക്കുന്ന പോലെ, എനിക്കൊന്ന് സൈഡിലോട്ട് തിരിയാൻ പോലും പറ്റണില്ല. ആ ടൈമിലാണ് അവർ പറഞ്ഞ കുട്ടീനെ എടുത്ത് പാലും എടുക്കാൻ. എനിക്കാണെങ്കിൽ തിരിഞ്ഞ് കുട്ടീനെ എടുക്കാൻ പറ്റില്ല, കരച്ചില്ല. പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് കുട്ടീനെ എടുക്കണത്. അതായത് ഒരു ന്യൂ ബോൺ ബേബീനെ നമ്മളിങ്ങനെ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാനും പറ്റില്ലല്ലോ. ഞാൻ ഭയങ്കര കരച്ചിലായി അവിടെ കിടന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ ഒരു ജാപ്പനീസുകാരനാണ് തോന്നുന്നുണ്ട്, പുള്ളിക്കാരനായിരുന്നു എൻ്റെ റൂമിൽ നഴ്സായിട്ടുണ്ടായിരുന്നത്. ആ പുള്ളി എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് പാലായി തുടങ്ങണുള്ളൂ, പാലും കിട്ടണില്ല കുട്ടിക്ക്, കുട്ടി അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു അപ്റ്റമിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾ അപ്റ്റമിലൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷം ബേബി കുറച്ച് കാം ഡൗൺ ആയിട്ടാണ്. അത് കഴിഞ്ഞ് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര കൊച്ചിൻ്റെ കരച്ചിലും. എനിക്കാണെങ്കിൽ അനങ്ങാൻ പറ്റണില്ല, എന്താ ചെയ്യേണ്ടത്, ആരുമില്ല, ഒറ്റയ്ക്ക്. നാട്ടിലൊക്കെ സി സെക്ഷൻ കഴിയുമ്പോൾ എത്രയോ ആളുകളുണ്ടാവും നമ്മളെ കൂടെ. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കസിൻ്റെ ഒക്കെ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ 5-6 ആൾ കൂടിയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഒന്ന് ടോയ്ലറ്റിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ആരുമില്ല, നമ്മളൊറ്റയ്ക്ക് കുട്ടി കരയണ എന്തൊക്കെ അതും ആദ്യമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് ഒരു വൃത്തികെട്ട മാനസികാവസ്ഥയായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എങ്ങനെ ബെഡിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റണില്ല, അത്ര പെയിൻ ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ സ്വയം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇറങ്ങി ബാത്റൂമിൽ പോയി. ഞാൻ പിന്നെ ഹസ്ബൻഡിനെ ഫോൺ ചെയ്ത് കരച്ചിന് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വിസിറ്റിംഗ് ടൈമിൽ ഹസ്ബൻഡിന് വരാം. അതിന് പുള്ളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ ഫുള്ള് കരച്ചിൽ, എനിക്ക് ഒരുതരം ഡിപ്രഷനായൊരവസ്ഥ. നമുക്ക് ആരുമില്ല എന്നൊക്കെയുള്ളൊരു ഫീൽ വരികയാണ്. കാരണം ആരും അവർ കയറ്റണില്ല, അന്ന് അവരൊട്ടും നമ്മൾ മര്യാദക്ക് ഹെൽപ്പ് ചെയ്യണില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഡെലിവറി ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഫീൽ ചെയ്തു കേട്ടോ അന്ന് ആ ടൈമിൽ. കാരണം നമ്മൾ കസിൻസിനൊക്കെ ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണണമല്ലോ എത്രമാത്രം കെയറിങ് ആണ്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇവിടെ കിട്ടണ്ടായിരുന്നില്ല. ആ ട്രോമ എൻ്റെ പഠിച്ചവനെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ.